നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇല്ലാത്തോണ്ട് ഞാനും പോയി ഇതെല്ലാം കെയർ ചെയ്ത് നോക്കിയാട്ടോ. ഒരു കുറവുപോലും നമ്മുടെ ഒരാൾക്ക് വരുന്നിട്ടില്ല. അണ്ണൻ ചോദിച്ചു നോക്ക്. അണ്ണ ഇല്ലാതെ മീറ്റിംഗ് വിളിച്ചു ഞങ്ങള്. ഒരു സെക്കൻഡ് ശരിയാണ്. ഇവിടെ സീറോ ആക്കിയിട്ട് ഞാൻ അടിച്ചാ പോരായിരുന്നോടാ. ഞാൻ എന്തിനാണ് അത് ടൈപ്പ് ചെയ്തേ? എന്നാലും പോത്തില്ല. പിള്ളേർക്ക് ഇച്ചിരി റെസ്പെക്ട് കുറവുണ്ട്. എന്താടാ കേട്ടില്ല? മംഗലശ്ശേരിയിലെ പിള്ളേർക്ക് നമ്മളോട് ഇച്ചിരി റെസ്പെക്ട് കുറവ്. മീറ്റിംഗ് ഒക്കെ വിളിച്ചപ്പോ അവന്മാർക്ക് ബുദ്ധിമുട്ടെന്നൊക്കെ. എനിക്കിപ്പോ അവരോടുള്ള റെസ്പെക്ട് കൂടി. അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അവരോടുള്ള റെസ്പെക്ട് കൂടി. കേറിയല്ലോ. സബ്ഗുരുവിന്റെ ബാങ്കിലോട്ടാണോ വന്നത്? എനിക്ക് കാണാൻ പാടാ സബ്ഗുരുവിന്റെ ബാങ്ക്. അല്ലല്ല പലേട്ട അതെങ്ങനെയാണ് പലേറ്റ് പോന്നെ? ഉള്ള കപ്പിളല്ലേ? എന്നാ കപ്പിളൊന്നും ഇല്ല. ടി വി ഒക്കെ ആയിട്ട് മരിച്ചു കിടന്ന ഒരാളെ. ടി വി സത്യം. എല്ലാ വാറിലും ടി വിക്ക് വേണ്ടി മരിച്ചു കിടന്നിട്ടുണ്ട്. എത്ര വട്ടം ടി വിക്ക് വേണ്ടി നീ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ ഇതില് പിഴവ് വെച്ചിട്ടുണ്ട്. അതറിയാലോ മാമൻ ചെറുതായിട്ടൊന്ന് മാമന്റെ കൈപ്പിഴവ് കാരണം 14 ദിവസം 14 ദിവസം ആൾക്കാര് പറയുന്ന 14 ദിവസം വേണമെന്നായിരുന്നു. ലവന്മാരാട്ടാ. അപ്പൊ ലവന്മാരാട്ടാ. അതിനെന്താ അമ്മമാർക്ക് വിദ്യ കളിക്കണ്ടേ? തുമ്പിക്കൈ വീശിയത് ഞാൻ നമ്മുടെ വണ്ടിയിലോട്ട്. അണ്ണ ഇത് കേൾക്കണോ? ഞാൻ ഇതെങ്ങനെ മറക്കണോ? അണ്ണ പറഞ്ഞു തരണം. എനിക്കിത് ആരോട് പറഞ്ഞിട്ട് എല്ലാരും ചിരിക്കുവാണ്. അണ്ണാ ഞാൻ ഒരു ദിവസം അപ്പുറത്ത് മാന്യമായിട്ട് കയറി വേറെ സിറ്റിയില്. അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞല്ല ഈ മാന്യമായിട്ട് കേറി അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം എന്താന്ന് പറ. ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്മാരെ ആരും അടിച്ചു വന്നിരുന്ന ഗ്യാങ്. അപ്പൊ ഞാൻ അവിടെ ചുറ്റ് കിടക്കുന്ന അവന്മാരെ പറ്റിച്ചൊന്ന് പോയി. പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല. കഴിവില്ലടാ പൊണ്ണാളെന്നൊക്കെ വിളിച്ച് അല്ലെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലടാ. ഇതിന് ഭേദം എനിക്ക് വന്നാൽ മതി കിളയ്ക്കാൻ പോകുന്ന ഭേദം അങ്ങനെയൊക്കെ കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അത് അമ്മമാർക്ക് ആ സിറ്റി ആ സിറ്റിയിൽ എന്ത് വേണോ ചെയ്യണ. അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറയണ. ഞാൻ പിറ്റേ ദിവസം അല്ല അന്ന് തന്നെ രാത്രി ഇവിടെ കയറി മലയില് ഞാനും ബോബോയും കൂടെ നിൽക്കുമ്പോഴേ അവന്മാര് കയറി ഒരു 6 അംഗ സ്ഥലം കയറി വന്നിട്ട് എന്നെ അടിച്ചു വന്നിട്ട് തള്ളക്കി പിടിച്ചിട്ട് പോയണ. ഇത് ഞാൻ എങ്ങനെ മറക്കണ്ട? അതൊക്കെ ഡിസേർവ്ഡ് ആണ്. ഞാൻ കാര്യം പറയട്ടെ, നീ ടി ജി ആയിട്ട് വല്ല വള്ളി എടുത്തോ? അണ്ണാ ഞാനായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞുതരാം. മിനിഞ്ഞാന്ന് ബോബോയ് അവിടെ മാന്യമായിട്ട് ഒരുത്തനോട് സംസാരിച്ചോണ്ടിരിക്കുക. വേറൊരുത്തടുത്ത് മാന്യമായിട്ട് ഒരു കാര്യം സംസാരിക്കുക. പാട്ടൊക്കെ പാടുന്നതിന് പേരുണ്ട് മാക്കെന്ന് പറഞ്ഞ മാക്കിനോട് സംസാരിച്ചിരിക്കുക. അപ്പൊ ഇവൻ പറഞ്ഞ ഈ മറ്റേ ഒരുത്തൻ വന്നിട്ട് എന്തോ ബോബോ എടുത്ത് കൊണച്ച് ബോബോ കയറി തിരിച്ച് അതേപോലെ പറഞ്ഞ ചില നാണമില്ലാത്തവന്മാരുണ്ടാ കണ്ടവന്റെ സാമാനത്തിൽ കൈയിട്ട് ഇളക്കാൻ വരുമെന്ന് പറഞ്ഞു ബോബോയ്. ഇവൻ കൊണച്ചപ്പോഴത്തേക്ക് അതായത് വെറുതെ നിന്നിടത്തോട് ടി ജെ വന്നോ? അങ്ങോട്ട് ടി ജെ വന്ന് ബോബോ എടുത്ത് കൊണച്ച് അന്ന് സബ്സിഡി റേഡിയോ ചോദിക്കുക. ബോബോയ് കൊണച്ചപ്പോ ബോബോയ് തിരിച്ചു കൊണച്ചു. സത്യമാണോ? അപ്പൊ ഞാൻ ഇന്നലെ അണ്ണാ ഞാൻ വണ്ടിയുമായിട്ട് ബീച്ച് സൈഡിൽ പോയതാണ്. ബീച്ച് സൈഡിൽ പോയപ്പോഴത്തേക്ക് ചില പട്ടിയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മണ്ടറാണ് ഷൗട്ട് ഇട്ടിട്ടാ പറഞ്ഞത്. എനിക്ക് വരെ കേൾക്കാം. ഞാൻ 50 മീറ്റർ അപ്പുറം ഞാൻ വരെ കേട്ടു. ഞാൻ ചെറുതായിട്ട് 2 കൊട്ടൊക്കെ കൊടുത്ത് എന്ത് ആനയുടെ ഓരോ കാര്യങ്ങളെ പിന്നെ ആനയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവന്മാർക്കത് പിടിച്ചില്ല. അതെ ചെറുതായിട്ട് വലുതായിട്ടൊന്നും പറഞ്ഞില്ലാണ്. അടുത്ത സിറ്റിയിലൊരു പൂരമുണ്ട്. കൊമ്പനെ 5 ദിവസത്തേക്ക് വാടകയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. വേറെ ഒന്നിനെ പറഞ്ഞാ എത്ര പറഞ്ഞു. അതിനവന്മാർ റേഞ്ച് ഉണ്ടായിരുന്നത് കൊമ്പനെന്ന് പറഞ്ഞു ആനയാണോ ആളാനയാണോ അവനെ വിടാനായിട്ട്. ഞാൻ അവനെ അല്ലല്ലോ പറഞ്ഞത് ആനയൊക്കെ വിടാറുണ്ട്. ഇവന്മാർ ഇതിലൊക്കെ കയറി ചൂടാവട്ടെ ഇതിട്ട് സഹിച്ചൊക്കെയാണല്ലോ അറിയാലോ. എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കുക? എങ്ങനെ പറ്റണടാ കണ്ണാവി നിനക്ക്? പിന്നെ എന്റെ കയ്യിൽ നിന്ന് പോയണ്ട മറ്റേ പഴയതേ
ബീങ് കണ്ണാപ്പി ഈസ് സോ ഹാർഡ്. ഞാൻ പിന്നെ ഇതൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എനിക്കാണ് എടാ പലയിട്ടം എവിടെയാ? പലവട്ടം പുതിയ മാപ്പിലോട്ടൊരു വഴിയുണ്ടെന്നാ അവിടെ ബാങ്കിന്റെ പടം